നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അവലോകന യുഗത്തിന് ശേഷം മന്ത്രിമാരായ VN വാസവൻ, R ബിന്ദു, K രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കവേ ദേവസ്വം മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രസ്താവന വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മതരാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശനത്തിൽ പാടില്ല എന്നായിരുന്നു പ്രസ്താവന. ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. പൂരത്തിന് പുതിയ തിട്ടൂരമോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധി പ്രിൻറ്റു മഹാദേവ്, VHP നേതാവ് വിജി തമ്പി, ഒപ്പം LDFന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് അവലോകന യോഗത്തിന് ശേഷം VN വാസവൻ നടത്തിയ പ്രസ്താവനയിലേക്ക്. പ്രധാനമായി ഗവൺമെന്റിന്റെ ഒരു സർക്കുലറിംഗ് ഇറക്കിയിരുന്നു. അതിവിടെ പറയുന്നത് ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിപണികളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു. ചർച്ചയിലേക്ക് വിജി തമ്പിയിലേക്കാണ് ആദ്യം. ശ്രീ വിജി തമ്പി, ചരിത്രപ്രസിദ്ധമായ പൂരം നടത്തിപ്പ്, അതിൽ അവലോകന യോഗങ്ങൾ ചേർന്നു. സെക്യൂരിറ്റി വിശദീകരണമടക്കം പോലീസിന്റെ വിന്യാസമടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കുകയുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം വരുന്നത്. രാഷ്ട്രീയ കൊടികളും പാടില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. അതിനൊരു മറ പറ്റിക്കൊണ്ടാണോ ഇത്തരത്തിൽ മതചിഹ്നങ്ങളും പാടില്ല എന്ന് പറയുന്നത്? പൂരം വിശ്വാസികൾ അതിൻ്റെ ആചാരപ്പെരുമയോടുകൂടി തന്നെ നടത്തും. അതിൽ CPMന് എന്ത് കാര്യമാണ്? നമസ്കാരം, സ്വാമി ശരണം. ഇത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല, അത് ഉത്സവമാണ്. സാക്ഷാൽ വടക്കുന്നാഥൻ്റെ ഉത്സവമാണ്. ആ വടക്കുന്നാഥനെ കാണാൻ വേണ്ടി പാറമേക്കാവിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ദേവിമാർ അങ്ങോട്ടേക്ക് എഴുന്നള്ളി വരുന്നു. അതാണ് പൂരം. പൂരം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഹൈന്ദവ ആരാധനയുടെ ഭാഗമാണ്, ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പൂരത്ത് ഹൈന്ദവ ചിഹ്നങ്ങളല്ലാതെ പിന്നെ എന്താ കാണിക്കേണ്ടത്? ഇവിടെ തൃശ്ശൂർ പൂരമാണ്, പാർട്ടിയുടെ പ്ലീനമല്ല അവിടെ നടക്കുന്നത്. ആ പൂരത്തിൽ തീർച്ചയായിട്ടും ഹൈന്ദവ ചിഹ്നങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകാതിരുന്നാൽ അത് പൂരമാകുന്നില്ല. നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, അതുപോലെയുള്ള തോരണങ്ങൾ, അതുപോലെ കുടമാറ്റം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹൈന്ദവപരമായ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അത് വേണ്ടെന്ന് പറയാൻ ഇയാൾ ആരാ? അല്ലെങ്കിൽ തന്നെ ദേവസ്വം മന്ത്രി പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാൾ. ശബരിമലയിൽ ഈ മഹത്തായ ആ മകരവിളക്ക് സമയത്ത് അവിടെ കൈ കെട്ടി ഫുട്ബോൾ കളിയാൻ നിന്ന ആളാണ് ഈ വാസവൻ. ഈ വാസവൻ അത് പറയാൻ എന്ത് അധികാരമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ MP ആയ സുരേഷ് ഗോപി വേദി വിട്ട് പോയതിനു ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ വന്നത്. അവിടെ അദ്ദേഹം ഉള്ള സമയത്താണെങ്കിൽ ഞാൻ കൃത്യമായ മറുപടി അവിടെ നിന്ന് കിട്ടിയേനെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള ആൾക്കാരെ ചുമക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക, ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കണം. അതാണ് വേണ്ടത്. കാര്യം ക്ഷേത്രങ്ങളിൽ അവിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ എന്താ കാര്യം? ക്ഷേത്രത്തിൻ്റെ വിഷയങ്ങളിൽ അവിശ്വാസികൾ ഇടപെടുന്നതിനാ? പൂരം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉത്സവമാണ്. ആ ഉത്സവം നടത്താൻ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ എല്ലാ ഭാരവാഹികൾക്കും അറിയാം. ഇപ്പം വടക്കുന്നാഥ ക്ഷേത്രത്തിലായാലും തിരുവമ്പാടി ക്ഷേത്രത്തിലായാലും പാറമേക്കാവ് ക്ഷേത്രത്തിലായാലും അവിടുത്തെ ഭാരവാഹികൾ ചേർന്ന് അവർ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് പൂരം നടത്തുന്നത്. ആ പൂരം കൃത്യമായിട്ട് നടത്താൻ അറിയാം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇതിനെ കലക്കണം, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി പൂരം എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കോടതിയും എല്ലാം ഇടപെട്ടതിന് ശേഷമാണ് പൂരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത്. ആനയുടെ എഴുന്നള്ളിപ്പിൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അതെല്ലാം ഒരു ക്ഷേത്ര ഉത്സവം കൃത്യമായിട്ട് നടക്കണമെന്നും കേരളത്തിൻ്റെ ഏറ്റവും ആചാരപ്പെരുമയുള്ള ഒരു ഉത്സവമാണ് പൂരം, തൃശ്ശൂർ പൂരം. ശക്തൻ തമ്പുരാൻ്റെ കാലത്തത് ശരിയാക്കി എടുത്തതാണ്. ശക്തൻ തമ്പുരാനാണ് ആ പൂരത്തിൻ്റെ ആസൂത്രകൻ. അപ്പോൾ അത്രയും കാലങ്ങളോളം പഴക്കമുള്ള ഈ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഉത്സവത്തിന് ഇങ്ങനെ ഒരു തിട്ടൂരമിടാൻ ഇദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ എന്താണ് ഹിന്ദുക്കളുടെ കാര്യത്തിലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഉത്സവങ്ങളുടെ കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും എന്ത് വൃത്തികേടും പറയാം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്.
ഇത് അവരുടെ ഒരു അവസാനത്തെ ആണിയാണിത് കേട്ടോ. ഈ ആണി അടിച്ച് കയറ്റാൻ ഹിന്ദുക്കൾക്ക് കഴിയാത്തതുകൊണ്ടല്ല, സഹിഷ്ണുതയാണ് ഹിന്ദുക്കളെ ഇതിന് പിന്നിലോട്ട് വലിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാറണം. നാമജപത്തിൽ നിന്നും ശക്തരാവണം. ആയുധധാരികളായി ഹിന്ദുക്കൾ മാറേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഇവർ എന്നുള്ളതാണ് ഇപ്പം നമുക്കുള്ള പേടി. കാര്യം നാളെ ഈ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന ആൾക്കാരുടെ മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ തീപ്പൊരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉത്സവത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നു. ഇവരെന്താ കാണിച്ചു വെച്ചത്? ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ടതാണ് കണ്ണൂർ ജില്ലയിൽ. അവിടെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചപ്പം മറ്റേ ചെകുവരയുടെ പടം വെച്ച് എഴുന്നേൽപ്പിക്കുന്നു. കടക്കൽ ക്ഷേത്രത്തിൽ എന്താ കാണിച്ചത്? അവിടെ വിപ്ലവ ഗാനം ആലപിക്കുന്നു. ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുകയല്ലേ? ഇതല്ലേ നിർത്തേണ്ടത്? വാസ്തവം പറയേണ്ടിയിരുന്നത് എന്താണ്? ഇത്തരം ചിഹ്നങ്ങൾ, ഇത്തരം രാഷ്ട്രീയപരമായ ചിഹ്നങ്ങൾ ഉത്സവത്തിന് പാടില്ല, മതപരമായ കാര്യങ്ങൾ മാത്രമേ അവിടെ പാടുള്ളൂ എന്ന് പറയേണ്ടടുത്ത് എന്താ അദ്ദേഹം പറഞ്ഞത്? അപ്പൊ ഇത് ഒരു ഡബിൾ പ്ലേ കളിച്ചിരിക്കുകയാണ്. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ ഒരു പണി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങേർക്ക് തന്നെ പണിയായി മാറും, അതിൽ സംശയമൊന്നുമില്ല. കാര്യം ഇവിടെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയുടെ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല മാത്രമല്ല, പൂരം കാണാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഇന്ത്യയുടെ പുറത്തുനിന്ന് പോലും ആൾക്കാർ അവിടെ എത്താറുണ്ട്. അവരുടെയൊക്കെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമാണ് വർഷത്തിലൊരിക്കലും പൂരം. അതും ഏറ്റവും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ അവലോകന യോഗത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പാര വെച്ചത് ഒരു മനഃപൂർവ്വമാണ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്, ആൾക്കാരുടെ ഇടയിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് വാസവന്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. അത് വാസവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് വാസവന്റെ നാവിലൂടെ പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഹിന്ദു സമാജത്തിനുണ്ട്. അത് ചെയ്തിരിക്കും. അവിടെ ഹിന്ദു ചിഹ്നങ്ങൾ കാണിച്ചിരിക്കും, ഹിന്ദു ചിഹ്നങ്ങൾ അവിടെ എഴുന്നള്ളിച്ചിരിക്കും. അത് തടയാനുള്ള ധൈര്യം ഈ വാസവനോ അല്ലെങ്കിൽ പിണറായി മന്ത്രിയുടെ മന്ത്രിസഭയ്ക്കോ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ സ്വാഭിമാന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ആ പൂരത്തിന് ഹിന്ദു ചിഹ്നങ്ങൾ, ഈശ്വരന്മാരുടെ ചിഹ്നങ്ങൾ, മഹാദേവന്റെ ആയാലും ദേവിയുടെ ആയാലും അല്ലെങ്കിൽ ശ്രീരാമന്റെ ആയാലും എല്ലാ ചിഹ്നങ്ങളും അവിടെ എഴുന്നള്ളിച്ചിരിക്കും. ആ ചിഹ്നങ്ങളെ തടയാനുള്ള ധൈര്യം ഇവരുടെ പോലീസിനുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് കാണാം പൂരം എന്തായി തീരുമെന്നുള്ള കാര്യം. അല്ലാതെ ഇത് ഹിന്ദു ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഇത്തവണയും പൂരം നടത്തുക. അതിനുള്ള ആർജവവും ധൈര്യവും അവിടുത്തെ കമ്മിറ്റികൾക്ക് ഉണ്ടാവും. ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമാജം ഒന്നിച്ചതിൻ്റെ പിന്നിൽ നിൽക്കും, ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചതിൻ്റെ പിന്നിൽ നിൽക്കും. ഒരു സംശയവും വേണ്ട, പൂരം നടന്നിരിക്കും. ഹൈന്ദവ ചിഹ്നങ്ങളോടുകൂടി തന്നെ പൂരം നടന്നിരിക്കും. ശരി, ശ്രീ പ്രിന്റു മഹാദേവ്, വിശ്വാസങ്ങളുടെ ഒരു പ്രതീകമാണ് പൂരം എന്ന് പറയുന്നത്. ആചാര പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം, അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളടക്കം വിശദീകരിക്കുന്ന അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ പാടില്ല എന്ന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ ഭംഗ്യാന്തരേണ അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. അതായത് മതരാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ചിഹ്നങ്ങളുടെ പേരിൽ കഴിഞ്ഞ കാലത്ത് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈക്കോടതി പോലും അതിരൂക്ഷമായ ഭാഷയിലാണ് ദേവസ്വം വകുപ്പിനെയും അതോടൊപ്പം തന്നെ അതിന് ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെയും വിമർശിച്ചത്. അതിനോടൊപ്പം ചേർത്തു വയ്ക്കുകയാണോ ഒരുപക്ഷെ ഒരു ഗൂഢലക്ഷ്യമായി തന്നെ CPM ഈ മതചിഹ്നങ്ങളും പാടില്ല എന്നുള്ളത്? ക്ഷേത്രത്തിൽ മതചിഹ്നമല്ലാതെ പിന്നെ എന്താണ് നടപ്പിലാക്കേണ്ടത്? തീർച്ചയായും ഒന്നാമത് ഈ തൃശ്ശൂർ പൂരത്തെ വർഷങ്ങളായി അലങ്കോലമാക്കാനും അതിനെ മുടക്കാനുള്ള ആസൂത്രിതമായ ശ്രമവുമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM-ഉം കൃത്യമായിട്ട് കേരളത്തിൽ അവരുടേതായിട്ടുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിലടക്കം നമ്മൾ കണ്ടതാണ്. വളരെ മനോഹരമായിക്കൊണ്ട് ഒരുപക്ഷെ ഈ ലോകത്തിന്റെ തന്നെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് തൃശ്ശൂർ പൂരത്തെ ലോക മലയാളികൾ ആഘോഷമാക്കുന്നത്. കേവലം ഒരു തൃശ്ശൂരിനെ മാത്രമല്ല, നമ്മുടെ മാനവിക സംസ്കാരത്തിന്റെ, ഹൈന്ദവ സംസ്കാരത്തിന്റെ, അതോടൊപ്പം തന്നെ എല്ലാറ്റിന്റെയും കൂടി ഒത്തൊരുമയുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ തൃശ്ശൂർ പൂരം നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ട് തന്നെ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ വലിയൊരു മേളയാണ് ഈ തൃശ്ശൂർ പൂരം. കാരണം താന്ത്രിക വിധികളാൽ 48 മണിക്കൂർ ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിൽ അണുതട വ്യത്യാസമില്ലാതെ നടക്കുന്ന പൂരമാണ്. 8ഓളം ചെറുപൂരങ്ങൾ വരുന്നു. ആ പൂരത്തിലൊക്കെ തന്നെ ദേവതമാരുടെ തിടമ്പേറ്റിക്കൊണ്ടുള്ള ഗജവീരന്മാരുടെ വരവാണ് നമ്മൾ കാണുന്നത്. ശ്രവ്യ, ദൃശ്യ, അതോടൊപ്പം തന്നെ മനസ്സിന്റെ കുളിർമയുള്ള അനവധി കാഴ്ചകൾ ഈ പൂരത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ പൂരം എല്ലാവിധ ജനവിഭാഗങ്ങളെയും ആകർഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഹൈന്ദവ പൂരമാണ്.
അവിടെയാണ് ഈ വാസവനെ പോലെയുള്ള ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ ഫത്വ പുറപ്പെടുവിക്കുന്നത്. നമ്മളിങ്ങനെ പൊതുവെ ഫത്വ പുറപ്പെടുവിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അവർ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഫത്വ പുറപ്പെടുവിക്കാറുണ്ട് ഈ ഇന്ന കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഈ ഫത്വ പുറപ്പെടുവിക്കാൻ ഈ വാസവൻ ആരാണ്? ഒന്ന് പിണറായിയുടെ വിഡ്ഢി മന്ത്രിസഭയിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള മന്ത്രിയാണ് വാസവൻ. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുമോ? ഒന്ന് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും ഹൈന്ദവ ചിഹ്നങ്ങളും ഹൈന്ദവ ബിംബങ്ങളുമല്ലേ ഒരു ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ അവിടെ പറയുകയാണ് ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, അങ്ങനെയാണെങ്കിലും ഒക്കെ നമുക്കത് ശരിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളും കൊടികളും ഒക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് വെക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? മതപരമായിട്ടുള്ള ചടങ്ങുകളും അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, അത് വെക്കാൻ പാടില്ല എന്ന് പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇപ്പൊ നോക്ക്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് കുടമാറ്റമാണ്. ആ കുടമാറ്റ സമയത്ത് വർണ്ണക്കുടകൾ, ആ വർണ്ണക്കുടകളിലൊക്കെ തന്നെ നമുക്കറിയാം വിവിധ തരത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാവാറുണ്ട്, വിവിധ തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ചിഹ്നങ്ങളൊക്കെ ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു ദേവതന്മാരുടെ ചിഹ്നമാണ്. കൃഷ്ണന്റെയും രാമന്റെയും ഭഗവതിയുടെയും ഒക്കെ തിടമ്പുകളാണ് സ്വാഭാവികമായി അവിടെ ഏറ്റുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങളും ചിഹ്നങ്ങളും കാണിക്കണ്ട എന്ന് പറയാൻ ഈ വാസവന്റെ വീട്ടിലെ 16 അടിയന്തരമല്ലല്ലോ ഇവിടെ നടക്കുന്നത്, തൃശ്ശൂർ പൂരമാണല്ലോ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലെ 16 അടിയന്തരത്തിന് അവന് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ വീട്ടിനകത്ത് ഈ ആചാരം വേണ്ട, അനുഷ്ഠാനം വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ പൂരമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പൂരം നടത്തുന്നത് ഒരു ഗവൺമെന്റിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ടല്ല. പൂരം നടന്നത് 2 ദേവസ്വങ്ങളാണ്. ആ ദേവസ്വങ്ങൾ കൃത്യമായിട്ട് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കുന്ന 2 ആളുകളാണ്. അപ്പൊ അതുകൊണ്ടുള്ള അവരെ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോ വലിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നമുക്കറിയാം. കാരണം എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പൂരത്തെയും ഈ 2 ദേവസ്വങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം ഈ ദേവസ്വങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഹൈന്ദവ സംസ്കാരത്തോടും ഹൈന്ദവ സനാതന മൂല്യങ്ങളോടും ഹൈന്ദവർക്കൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ പ്രതികരിച്ച 2 ദേവസ്വങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഈ 2 ദേവസ്വങ്ങളോട് സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള പ്രതികാര ബുദ്ധിയുണ്ട്. ആ പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫത്വ ഇറക്കുന്നത്. വാസവൻ സത്യത്തിൽ ഹിന്ദു സമൂഹത്തിനോട് ഈ പൂരം തുടങ്ങുന്നതിനേക്ക് മുമ്പ് പൂരം അലങ്കോലമാക്കുന്നതിനെതിരെ ഇപ്പൊ മാപ്പ് പറയുകയാണ് വേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ തന്നെ ആഘോഷങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്ന അമ്പലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്. ചെഗുവേരയുടെ പാട്ട്, അതുപോലെ CPM-ന്റെ കൊടികൾ ഉയർത്തുന്നു, അങ്ങനെയുള്ള സാധനത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞത് എന്താണ്? ഈ അമ്പലങ്ങൾ വിശ്വാസികളുടേതാണ്, അവിടെ വിശ്വാസവും ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങളാണ് നടത്തേണ്ടത്. അവിടെ ഈ പാർട്ടിക്കാരുടെ കൊടിയോ ചിഹ്നങ്ങളോ തോരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറയുന്നത്. ആ ഹൈക്കോടതി പറഞ്ഞതിന് പണം പിടിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രത്തിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള അഭിനവ ബാബറാണ് ഈ വാസവൻ. അപ്പൊ അതുകൊണ്ട് ഇത് പിണറായി വിജയന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസവൻ അത്രയും പെട്ടെന്ന് ഈ പൂരം വലിയ രീതിയിൽ നടക്കാൻ പോവുകയാണ്. ഒരു കഴിഞ്ഞ വർഷം തന്നെ ഈ പൂരം ഈ CPM-കാരും ഇടതുപക്ഷ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും പൂരം മുടക്കിയതിന്റെ വലിയ രീതിയിലുള്ള വിഷമം തൃശ്ശൂർക്കാർക്കും ഈ കേരളത്തിലെ മുഴുവൻ പൂരപ്രേമികൾക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഈ പൂരത്തെ വീണ്ടും വലിയ രീതിയിൽ വിഭജനത്തിന്റെയും വർഗീയതയുടെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വാസവൻ കരുതുന്നത്. അതിന് എന്ത് വില കൊടുത്തും ചെറുക്കും, ഒരു സംശയം വേണ്ട. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കുടമാറ്റ ചടങ്ങിനകത്ത് ഹൈന്ദവ ദേവന്മാരുടെ ചിഹ്നങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അത് തകർക്കാനും അതിനെ തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയന്റെയും വാസവന്റെയും ഒക്കെ പോലീസ് വരട്ടെ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഞങ്ങളൊന്ന് കാണുമല്ലോ. അതെ, തീർച്ചയായും. ആചാരങ്ങൾക്കുമേൽ തിട്ടൂരമിറക്കാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശം എന്ന് തന്നെയാണ് വിശ്വാസികളും ചോദിക്കുന്നത്. ശ്രീ വിജി തമ്പി, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 90% ക്ഷേത്രങ്ങളിലും CPM കൈകടത്തലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിൽ, പ്രത്യേകിച്ച് ഉത്സവാന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായാണ് നമ്മൾ കൃത്യമായി ഈ രാഷ്ട്രീയ ചിഹ്നങ്ങൾ അവർ ക്ഷേത്ര പരിസരത്ത് ഒളിച്ചു കടത്തുന്ന പ്രവണതയിലേക്ക് കൂടി വന്നത്. അത് കണ്ണൂരിലെ ദേവീക്ഷേത്രം, കടയ്ക്കൽ ദേവീക്ഷേത്രം, ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നുണ്ട് ആറ്റിങ്ങലുള്ള ഇണ്ടളയപ്പൻ ക്ഷേത്രം. ഇവിടെയെല്ലാം രാഷ്ട്രീയ ചിഹ്നങ്ങളും രാഷ്ട്രീയ കൊടിതോരണങ്ങളും പാട്ടുകളും ഒക്കെ ഒളിച്ചു കടത്തുന്ന ഒരു പ്രവണത കണ്ടു. വലിയ വിമർശനങ്ങൾക്ക് ഇത് വിധേയമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശന സ്വരങ്ങൾ ഉയരുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവരുടെ ആ ഗൂഢലക്ഷ്യം എവിടെയൊക്കെ പ്രാവർത്തികമാക്കാമോ അവിടെയെല്ലാം പ്രാവർത്തികമാക്കാനുള്ള നീക്കം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയുള്ള തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ എപ്രകാരമായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്.
ഇത്തവണയെങ്കിലും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കാതെ സമാധാനപരമായി ആചാരപരമായി തന്നെ അത് മുന്നോട്ട് പോകണം എന്ന് നിഷ്കർഷയുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ അവലോകന യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു ഒളിച്ചുകടത്തൽ തന്നെയാണ്, ആ നിഗൂഢ ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രസ്താവന. ഇതാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് തൃത്താലയിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഉറൂസിനിടയ്ക്ക് ആനപ്പുറത്ത് ഹമാസ് ഭീകരവാദികളുടെ ചിത്രം എഴുന്നള്ളിപ്പിക്കുകയുണ്ടായി. ആ എഴുന്നള്ളത്തിനെ വാർത്താമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ ഇവരാരും തയ്യാറായില്ല. അതേ CPM നിലപാടാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ആർജവത്തോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇത് ആരെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എന്നുള്ളതാണ് ഇത്തരം പ്രസ്താവനകൾ. പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ CPMന്റെ താത്വികാചാര്യനായിരുന്ന സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്നാണ്. അങ്ങനെ ഒരു ആളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് CPMലുള്ളവർ. അപ്പം CPMന്റെ ലക്ഷ്യം എന്താണ്? ഒരു ക്ഷേത്രത്തെ നന്നാക്കണമോ, അത് ആ ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കണോ, അതോ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കണോ? ഇതല്ലല്ലോ അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ ലക്ഷ്യം കൃത്യമാണ്, അത് ഗൂഢമായ ലക്ഷ്യമാണ്. ഓരോ ക്ഷേത്രങ്ങളിലെയും ചൈതന്യം നശിപ്പിക്കുക. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക. ആ ക്ഷേത്രത്തിലെ എല്ലാ രീതിയിലുള്ള ചൈതന്യത്തെയും നശിപ്പിക്കുക. അതിനുള്ള ഓരോ വിദ്യകളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ എല്ലാം അശുദ്ധമായതാണ്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ, ആ ക്ഷേത്രങ്ങളിലെ ഓരോ സ്ഥലത്തും ഓരോ കൗണ്ടറുകൾ, അതായത് അവിടത്തേക്കുള്ള എണ്ണയായാലും പൂവായാലും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളായാലും കൗണ്ടറുകൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ വിലയ്ക്കാണ് ലേലത്തിന് കൊടുക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചപ്പോൾ ആ കൗണ്ടറിൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന പല ആൾക്കാരും, പലരും ഹിന്ദു നാമധാരിയാണെങ്കിലും അതിന് പലരും ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് മറ്റ് മതക്കാരാണ്. അപ്പം ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്ത് ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നല്ല സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ഞങ്ങൾക്ക് മുതലാവില്ല. അപ്പം ഏറ്റവും മോശം സാധനങ്ങൾ, ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ എവിടെ കിട്ടുമോ ആ സാധനങ്ങളാണ് ക്ഷേത്രത്തിലെ കൗണ്ടറുകളിൽ വെച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ വെച്ച് ദേവനെ പൂജിച്ചാൽ, പൂജാദ്രവ്യങ്ങൾ, പൂ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റവും മോശമായതാണ്, വിഷമടിച്ച പൂവാണ് പല സ്ഥലത്തും കിട്ടുന്നത്. ഇത് വെച്ച് ദേവനെ പൂജിച്ചാൽ ആ ചൈതന്യം നന്നാവുമോ ചൈതന്യം മോശമാവുമോ? ഇത് ഒരു അജണ്ട. രണ്ടാമത്തെ അജണ്ട, കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ, അതായത് അടിച്ചുതളി മുതൽ മേൽശാന്തി വരെ, അതുപോലെ തന്നെ മറ്റ് അവിടുത്തെ ഓഫീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് CPMന്റെ ആ അജണ്ട പരിപാലിച്ചു പോകുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ അവർ നിയമിക്കുകയാണ്. അപ്പോൾ ആ മഹാക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ പൂർണ്ണമായി നശിപ്പിക്കണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ദേവന് പൂജ ചെയ്താൽ, കൃത്യമായി പൂജ ചെയ്താൽ മാത്രമല്ലേ ദേവന് ചൈതന്യം ഉണ്ടാവൂ? കേരളത്തിൻ്റെ പ്രത്യേകതയാണ്, ഇവിടെ ഷടാധാര പ്രകാരമുള്ള പ്രതിഷ്ഠകളാണ് കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പൂജകൾ ചെയ്യണം, കൃത്യമായ രീതിയിൽ ഉത്സവങ്ങൾ നടക്കണം, അതുപോലെ തന്നെ കൃത്യമായി അവിടെ ഭാവസക്താവം പോലെയുള്ള ചടങ്ങുകൾ നടക്കണം. അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നത്. ആ ചൈതന്യം വർദ്ധിക്കാതിരിക്കണം, ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നശിക്കണം. ഒരാളൊരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാ? തനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനാണ്, തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ ആ ദേവനോട് തുറന്നു പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാനാണ്, അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ദേവനോട് പറഞ്ഞ് അത് സാധിച്ചെടുക്കാനാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ നിഷ്കാമമായിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ ദേവന്റെ ചൈതന്യം തന്നിലേക്ക് ആവാഹിക്കപ്പെടണം, അതിനാണ് അവർ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ ആ ചൈതന്യം നശിച്ചുകൊണ്ടിരുന്നാൽ, അപ്പോൾ ഇതെല്ലാം CPMന്റെ കൃത്യമായ അജണ്ടകളാണ്. അപ്പോൾ ഉത്സവത്തെ നശിപ്പിക്കണം. ഉത്സവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു വാർഷിക ഉത്സവമെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടത്തിയിരിക്കണം എന്നുള്ള ചിട്ടയാണ്, അവർ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴുള്ള ചിട്ടയുടെ ഭാഗമാണ്. ആ ഉത്സവത്തെ നശിപ്പിക്കുക, ഇങ്ങനെ ഓരോങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവർക്ക് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ ഒരു വിപ്ലവഗാനം വയ്ക്കുന്നത്? അപ്പോൾ അവരുടെ കുറേ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം. അപ്പോൾ പാർട്ടിയുടെ ഒരു വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഇത് കൃത്യമായ അജണ്ടയില്ലേ? ഈ CPM കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡുകൾ കൈയടക്കുകയും ദേവസ്വം മന്ത്രി CPM കാരനായും തുടങ്ങിയത് എന്നോട്ടാണ്?
നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ വന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്, ആ പ്രക്ഷോഭത്തിന് ശേഷമാണ് ദേവസ്വം ബോർഡ് കൃത്യമായിട്ടും CPM-ന്റെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ CPM മന്ത്രി ദേവസ്വം മന്ത്രിയാവുന്നത്. നേരത്തെ കയ്യിൽ ഘടകകക്ഷികൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം ഒരു കൃത്യമായ അജണ്ടയാണ്. അപ്പൊ ഈ അജണ്ട നടപ്പാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ ദേവസ്വം ക്ഷേത്രങ്ങൾ ഇന്നും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ മാത്രമാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. ക്ഷേത്രത്തെ നശിപ്പിക്കുക, കിട്ടുന്ന പൈസ ഉണ്ടാക്കുക. ഇപ്പോഴും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ദയവ് ചെയ്തുകൊണ്ട് പൈസ ഇടരുതേ. പറ്റുമെങ്കിൽ 1 രൂപയുടെ ഒരു കോയിൻ കൊണ്ടിടുക. ഭഗവാൻ പൈസയ്ക്ക് വേണ്ടിയല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ ഇനി ക്ഷേത്രത്തിൽ നിന്ന് അകറ്റാൻ ഇതേ മാർഗമുള്ളൂ. വരുമാനമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങൾ ഉപേക്ഷിച്ച് ഇവർ പൊയ്ക്കോളൂ. അപ്പൊ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇവിടെ ഹൈന്ദവ സംഘടനകളുണ്ട്, ഇവിടെ ആത്മാഭിമാനമുള്ള ഹൈന്ദവരുണ്ട്. അവർ ക്ഷേത്രങ്ങളെ തിരിച്ചു പിടിച്ച് അവർക്ക് കൃത്യമായി നടത്താൻ പറ്റും. അല്ലാതെ ഇവരെ പെട്ടെന്നൊന്നും ഒഴിച്ചു വിടാൻ പറ്റില്ല. നിയമപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും. ഇപ്പം വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചോളം വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മറ്റു പല സ്റ്റേറ്റുകളിലെയും ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയിൽ 10-11 വർഷമായിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ സിറ്റിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഈ കോടതികൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ താമസം വരും. പക്ഷെ ഭക്തജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടാം. ഇനിയെങ്കിലും ഭക്തജനങ്ങൾ വിചാരിക്കണം. ഈ തൃശ്ശൂർ പൂരം കലക്കുന്നു, ഓരോ ക്ഷേത്രങ്ങളിലെ ഉത്സവം കലക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളായണി ക്ഷേത്രത്തിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമായ യക്ഷിയം ആൽത്രയിൽ അവിടെ കാവിക്കൊടി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കാവിക്കൊടി അല്ലാതെ ക്ഷേത്രത്തിൽ പിന്നെന്താ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന കൊടി കെട്ടാൻ പറ്റുമോ? കാവി എന്ന് പറയുന്നത് ഈശ്വരീയമാണ്. അത് ഹിന്ദുവിന്റെ ചിഹ്നമാണ്, ഹിന്ദുവിന്റെ നിറമാണ്, അല്ലാതെ പാർട്ടിയുടെ നിറമല്ലത്. അതെങ്കിലും മനസ്സിലാക്കുക ഇനിയെങ്കിലും. അതെ, തീർച്ചയായും. ശ്രീ സതീഷ് വസന്ത്, തൃശൂർ പൂരത്തിന് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രസ്താവന. രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത് 100% ശരിയാണ്. പക്ഷേ തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയാൻ എന്താണ് അവകാശം? തൃശൂർ പൂരം വിശ്വാസികളുടെയാണ്, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നടത്തുന്നതാണ്. അവിടെ മഹാദേവനും ശ്രീരാമനും ദേവിയും ഓംകാരമന്ത്രവും കാവിക്കൊടിയുമൊക്കെ ഉയരും. അത് തടയാൻ എന്താണ് ഭരണകൂടത്തിന് അവകാശം? ഇന്നലെ ശ്രീ വാസവൻ മിനിസ്റ്റർ പറഞ്ഞാണ് നിങ്ങളൊരു വിവാദമാക്കിയിരിക്കുന്നത്. അത് ആര് പറഞ്ഞത്? ഒരു CPM മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിതെല്ലാം വിവാദമാക്കിയിരിക്കുന്നത്. അത് അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ? അദ്ദേഹം ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് രോഹിണി നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അവിടെ ഹൈന്ദവൻ്റെ ക്ഷേത്രമാണെങ്കിലും അതൊരു ലോക പ്രശസ്തമായ പൂരമാണ്. അതൊരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ എന്ന് നിങ്ങൾക്കറിയാലോ. ആ തൃശ്ശൂർ നഗരത്തിൽ നടക്കുന്ന പൂരം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല, പക്ഷേ നടക്കുന്നത് നമ്മളെ വിശ്വാസം കൊണ്ടാണ്. ആണെങ്കിൽ പോലും അവിടെ നടക്കുന്ന പൂരം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യനായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും വളരെ ആവേശത്തോടുകൂടി അവിടുത്തെ തൃശ്ശൂർ കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വേണ്ട രാഷ്ട്രീയ ചിഹ്നങ്ങളോ മതചിഹ്നങ്ങളോ അതിന് ഇത്ര വിവാദമാക്കണമെന്നേ. നിങ്ങൾ വിവാദമാക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് പറഞ്ഞത്? അന്ന് സുരേഷ് ഗോപി അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് CPM-ഉം BJP ആയിട്ട് സഖ്യം ചെയ്യുന്നത്. അങ്ങനെയല്ല അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ചെറിയൊരു പ്രശ്നം. ഇത്രയും കിടക്കുന്ന സ്ഥലത്ത് ഒരു മൂലയിൽ നടന്ന ഒരു സംഭവത്തിനെ ഒരു പർവ്വതീകരിച്ചാണ് ബാക്കിയുള്ളവർ വന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇതൊരു വിവാദമാക്കേണ്ടതേ. ബഹുമാനപ്പെട്ട വിജി തമ്പി സാറൊക്കെ പറയുന്ന കേട്ട ഒരു CPM-ൻ്റെ മന്ത്രി അദ്ദേഹം ഇത് CPM കയ്യിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നതൊക്കെ പറഞ്ഞാൽ എന്താ സാറേ? വിജി തമ്പി സാറിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാമോ? ഞാനും താങ്കളും എല്ലാം തിരുവനന്തപുരത്തെ ഒരു മഹാക്ഷേത്രത്തിൽ ദിവസവും തന്നെയാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ആ ഇടതുപക്ഷക്കാരനെ എനിക്ക് അമ്പലത്തിൽ വയ്ക്കൂടെ? അവിടെ എന്തിനാണ് ഒരു മതചിഹ്നം വരുന്നത്? അത് വരാൻ പാടില്ലെന്ന് സാറ് തന്നെ പറയുന്നു. അവിടെ ഈ എണ്ണയും പൂവൊക്കെ സാറേ അത് ലേലം ചെയ്ത് കൊടുക്കുന്നതിന് അവിടെ എവിടെയാണ് അഹിന്ദുക്കൾ വരുന്നത്? ആ ക്ഷേത്രത്തിൽ എവിടെയാണ് വേറൊരു ജാതിക്കാർ വരുന്നത്? അല്ല മതക്കാർ വരുന്നത്? അവിടെ ഹിന്ദുക്കളല്ലേ നടത്തുന്നത്? സാറ് എന്താണ് അത് പറയുന്നത്? അതൊക്കെ ഒരു വിവാദമാക്കുന്നത്. നമ്മളൊക്കെ ഇപ്പം ശബരിമല അവിടെ എന്താണ് തത്വമസി എല്ലാ മതവിഭാഗങ്ങളും അവിടെ വന്നില്ലേ? ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല ഇടുന്നത് ഒരു മതവിഭാഗം മാത്രമാണോ സാറേ?
അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അവിടെ കുടിവെള്ളം കൊടുക്കുന്നവരാണ്. അവിടെ ഈ വന്ന ഭക്തജനങ്ങൾക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വീട്ടിലാണ്. രോഹിണി, ഇതൊന്നും ഒരു ശരിയായ നടപടിയൊന്നുമല്ല. ഈ പൂരത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തിനാണ് നിങ്ങൾ കാവിക്കൊടി കെട്ടുന്നത്? ഹിന്ദുക്കളെ മാത്രമാണോ? ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ അമ്പലത്തിൽ പോകില്ലെന്ന്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലും നിങ്ങൾ മാത്രമാണ് എങ്ങനെയാണ് പറയുന്നത്? BJPക്ക് എന്താണ് ഇതിൻ്റെ അകത്തൊരു ഇത്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കാവിക്കൊടി വേണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു പരിപാടി ഇറക്കുമെന്ന് ചെയ്തോളൂ. സാറ് എന്നെയും കാട്ടി പ്രായമുള്ളതാണല്ലോ വിജി തമ്പി സാറേ. പണ്ട് സാംബശിവനും കൊല്ലം ബാബുവും ഒക്കെ നമ്മളെ ക്ഷേത്രങ്ങളിൽ വന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള കഥാപ്രസംഗങ്ങളല്ലേ നടത്തുന്നത്. അവിടെ അപ്പോഴൊന്നും നമുക്ക് തോന്നിയിട്ടില്ലല്ലോ സാറേ അവിടെ ഒരു മതവിഭാഗത്തിൻ്റെ ആണെന്ന്. അപ്പം സാറിനെ പോലത്തെ ആൾക്കാർ ഒരിക്കലും ഇതിനെ പർവ്വതീകരിക്കല്ല. ഇതൊരു രാഷ്ട്രീയമല്ല. ഇപ്പോൾ വാസവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം CPMൻ്റെ MLA ആയിട്ടാണ് വന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇത് ഭംഗിയായിട്ട് നടക്കാം. ലോകത്ത് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം നമുക്ക് ജാതീയമായോ മതമായിട്ടോ നമ്മൾ ഇലക്ഷന് നിൽക്കുമ്പോൾ നമ്മളതൊക്കെ വരാം. പക്ഷേ ഒരു സാംസ്കാരിക ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ ചർച്ചിലോ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അവിടെ ഇപ്പോൾ വെട്ടുകാട് പള്ളി നിങ്ങളൊന്ന് ആലോചിച്ചു. വെട്ടുകാട് പള്ളിയിൽ അവിടെ ക്രിസ്ത്യൻസ് മാത്രമാണ് പോകുന്നത് രോഹിണി? അവിടെ ആണോ? അവിടെ എല്ലാ മതവിഭാഗത്തെ ആൾക്കാരും പള്ളി. നമ്മളെ ഹിന്ദുക്കൾ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വെട്ടുകാട് പള്ളിയിൽ പോവും, തൊട്ടടുത്തുള്ള ഭീമാ പള്ളിയിൽ പോവും. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിനെ അതിന് കൂട്ടിക്കലർത്തൽ, ദയവ് ചെയ്ത് കൂട്ടിക്കലർത്തൽ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും കാണുന്ന ഒരു സാംസ്കാരിക സമ്മേളനം പോലെ നടത്തുന്ന ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് അവിടെ ഒരു വ്യത്യാസമുണ്ട്. പറയുന്നത് അമ്പലത്തിന്റെ നിങ്ങൾ പറയുന്നതായിരിക്കും, അതൊരു സാംസ്കാരിക പരിപാടിയേ അല്ല. ഞാൻ ആരാണ് പറഞ്ഞത്? ഹൈന്ദവ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഹൈന്ദവ ആഴ്ചകൾക്ക് മുൻപ് തന്നെ അതിന്റെ നടപടിക്രമങ്ങളും പൂജാവിധികളും തെറ്റ് പൂജാതി കാര്യങ്ങളെല്ലാം വരും. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പം ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല. പക്ഷേ പൊങ്കാല വരുന്നത് ആറ്റുകാൽ ഹിന്ദുക്കൾ മാത്രമാണോ? അല്ല. നിങ്ങൾ മനസ്സിലാക്കണം. തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാൽ തെറ്റെന്താ? ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഇതും അവിടെ വരണ്ട. ശ്രീ സതീഷ് പരിപാടിയാണ് എന്ന് പറയാൻ പറ്റില്ല. ശ്രീ പ്രിന്റു മഹാദേവ്, തൃശ്ശൂർ പൂരം ഒരു മതവിഭാഗത്തിൻ്റെതല്ല എന്നാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയുന്നത്. അവിടെ നാനാജാതി മതസ്ഥർ വരാറുണ്ട്. അതുകൊണ്ട് അതൊരു മതവിഭാഗത്തിൻ്റെത് മാത്രമെന്ന് ചിത്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാസവന്റെ പ്രസ്താവന ഉചിതമാണ് എന്നാണ് LDF പക്ഷം. അല്ല, അത് സതീഷ് വസന്തിന് സത്യത്തിൽ പൂരത്തിന്റെയോ ഹൈന്ദവ പാരമ്പര്യത്തിന്റെയോ സംസ്കാരത്തിന്റെയോ ഒക്കെ ചരിത്രം അറിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് മനസ്സിലാക്കുക, കാണികൾക്കനുസൃതമായിക്കൊണ്ട് ക്ലൈമാക്സ് മാറ്റാൻ ഇത് സിനിമയോ സാംസ്കാരിക ഉത്സവമല്ല. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൽ താന്ത്രികമായ വിധിപ്രകാരമായ അവിടെയുള്ള മുഴുവൻ ചടങ്ങുകളും നടക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഹൈന്ദവ ആചാര ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് കോലം എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. ഇനിയിപ്പോ നോക്കൂ, ആന എഴുന്നള്ളിപ്പിന് ഇനി നാളെ ഈ വിഡ്ഢിയായിട്ടുള്ള വാസവൻ പറയില്ലേ, ആനയുടെ മുഖവും ഗണപതിയുടെ മുഖവും ഒന്നായതുകൊണ്ട് ഇനി മുതൽ തൃശ്ശൂർ പൂരത്തിന് ആന വേണ്ട എന്ന് വിഡ്ഢി പറയില്ലേ? അപ്പൊ നോക്ക്, ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഹിന്ദുവിനെ വേട്ടയാടാൻ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റത്തിനും ശ്രമിച്ചിട്ടില്ല എന്ന്. കൃത്യമായ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിനകത്ത് കൃത്യമായി അവർ പറയുന്നുണ്ട്. തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സഖാക്കൾ പ്രവർത്തിക്കണം. ഈ സഖാക്കൾ കൈവയ്ക്കാത്ത അമ്പലമുണ്ടോ? ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായിട്ടുള്ള ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ച് അവിടെ ആചാര ലംഘനം നടത്തിയത് ഈ CPMകാരായിട്ടുള്ള പിണറായി വിജയൻ മന്ത്രിസഭയിലല്ലേ? ഗുരുവായൂരിലൊക്കെ ഇടപെടുന്നു, പറശ്ശിനി കടവിൽ ഇടപെടുന്നു. ആറ്റുകാൽ പങ്കാല ഏതൊക്കെ രീതിയിലാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വർഷങ്ങളായി, 1-2 വർഷമല്ല, വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം മുടക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും ഇവിടുത്തെ കുറച്ച് കുബുദ്ധികളായിട്ടുള്ള ഇടത് മതേതര ഭീകരവാദികളായിട്ടുള്ള ആളുകളും ചേർത്തുകൊണ്ട് ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കരിമീൻ വേണ്ട, കരിമീനൊന്നും വേണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് ഹൈന്ദവ സ്നേഹമൊന്നും നിങ്ങൾ കാണിക്കണം. സത്യത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല, യാതൊരുവിധ ധനസഹായവും നൽകുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൂരം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ 2 ദിവസങ്ങൾ നടത്തും. നിങ്ങളൊന്നും ഇവിടെ വരാതെ ഞങ്ങൾ സഹകരിച്ചാൽ തന്നെ തൃശ്ശൂർ പൂരം ഭംഗിയായി നടക്കും. ഇവിടെ സത്യത്തിൽ എന്ത് റോളാണുള്ളത്? ഇവിടെ നോക്കൂ, ഇവിടെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ്, അല്ലാതെ ഒരു തരത്തിലുള്ള 200 വർഷത്തെ ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാണ് പൂരം. അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയൊന്നും പൂരത്തിന് നേരെ ഈ ഫത്വ പുറപ്പെടുവിക്കാനുള്ള ആളായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഹൈന്ദവ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെയുള്ള ആസൂത്രിതമായ ഇടതുപക്ഷത്തിന്റെ ഇടപെടലാണ്. കാരണം കഴിഞ്ഞ വർഷം ഇവർ പൂരം മുടക്കി. രണ്ടാമത് ഇപ്പോഴും പൂരത്തിന്റെ മുഖതാവിൽ പൂരാഘോഷത്തിന്റെ എല്ലാ ഗരിമയിലും പ്രൗഢിയോട് കൂടിയിട്ട് ആ സന്തോഷത്തിലേക്ക് തൃശ്ശൂരിലെയും കേരളത്തിലെയും മുഴുവൻ മലയാളികൾ വരുമ്പോൾ ഇപ്പോൾ വാസവനെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പോലീസിനോട് പറയുകയാണ്, ഇതാ ഭഗവതിയുടെ കോലവുമായി വന്നു കഴിഞ്ഞാൽ, ഭഗവതിയുടെ തിടമ്പേറ്റി വന്നു കഴിഞ്ഞാൽ, കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് തടഞ്ഞോളൂ. അപ്പൊ പരസ്യമായി അതിൽ ആഹ്വാനം ചെയ്യുകയാണ്. സത്യത്തിൽ കലാപാഹ്വാനത്തിന് വാസവനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ തവണയും ഉണ്ടായി, നമുക്കറിയാമല്ലോ. അന്ന് രാംലല്ല, നമുക്ക് രാം മന്ദിർ വന്ന സമയത്ത് രാംലല്ലയുടെ കിടമ്പുമായി വന്ന പടവുമായി വന്ന അവിടുത്തെ ആനക്കാർ അന്ന് കേരള പോലീസ് തടയാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഇച്ഛാശക്തികൾക്ക് മുന്നിൽ, അവരുടെ വിശ്വാസ സമൂഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുമ്പാണ് കഴിഞ്ഞ വർഷം രാംലല്ലയുടെ ശ്രീരാമന്റെ പടം ഉയർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വരുന്ന നിങ്ങൾ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരുടെയാണ് പോലും. പക്ഷെ അവർ വരുന്നത് ഈ ഹൈന്ദവ സംസ്കാരത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ഈ പാരമ്പര്യങ്ങൾ കാണാനാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരന്റെ പേക്കൂത്തായിട്ടുള്ള ചെഗുവേരയുടെ പടം കാണാനല്ല അവിടെ വരുന്നത്. അവർ വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം ആസ്വദിക്കാനാണ്. ഹിന്ദുവിന്റെ ആരാധന ക്രമങ്ങൾ എന്തെല്ലാം, ആചാരങ്ങൾ എന്തെല്ലാം, മേളം എന്താണ്, വെടിക്കെട്ടെന്താണ്, ഈ പറയുന്ന ചെറുപൂരങ്ങളുടെ വരവെങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരു പക്ഷെ ലോകത്തിൽ തന്നെ ഇത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു ഉത്സവമില്ല. ആ ഉത്സവം ആസ്വദിക്കാൻ വിവിധ ജാതിയിൽ മതത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവർ കാണാൻ വരുന്നത് ഈ ഹൈന്ദവന്റെ പാരമ്പര്യമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ മതേതരത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് പറയാനാണ് സാധിക്കുക? അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ മന്ത്രിസഭയുടെ വാർഷികം നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറയാം. ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും എങ്ങനെയാണ് നടക്കേണ്ടത്, അത് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഹൈന്ദവ വിശ്വാസികളാണ്, ഹൈന്ദവ ദേവസ്വങ്ങളാണ്. അവിടെ സർക്കാരിനോ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അതിനകത്ത് ഇടപെടാൻ ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അതെ, ശ്രീ വിജി തമ്പി, ആചാരങ്ങളെയും അവകാശങ്ങളെയും ഒക്കെ ഇങ്ങനെ ഹൈന്ദവരുടേത് മാത്രമല്ല, അത് മതേതരത്വത്തിന്റെ മുഖമെന്നാണ് LDF പക്ഷം. ശ്രീ സതീഷ് പറഞ്ഞ 1-2 കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്, ദിവസം ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. അത് അദ്ദേഹം ഈ ഇത്രയൊരു പൊതുവേദിയിൽ ഒരു പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് പണി കിട്ടും. പണ്ട് മന്ത്രി സുധാകരന് പണി കിട്ടിയതാണ് ഗുരുവായൂർ പോയതിൻ്റെ പേരിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് പണി കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും, ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് തൊഴുതിട്ട് അകത്ത് പോയി കുറിയിടും, പുറത്ത് വന്നിട്ട് നേരെ പുറത്തിറങ്ങി ആ കുറി കഴുകി തടച്ച് മാറ്റിട്ട് പോകും. അപ്പം എന്താണത്? പ്രഹസനമല്ലേ അത്? ശ്രീ സതീഷിൻ്റെ കാര്യം എനിക്കറിയില്ല, മറ്റു പലരുടെ കാര്യം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു കാവിക്കൊടി ഹിന്ദുവിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമല്ലെന്ന്. പിന്നെ എന്തിൻ്റെ ഭാഗമാണ് കാവിക്കൊടി? എല്ലാ ക്ഷേത്രങ്ങളിലും എന്താണ് കൊടി ഉയർത്തുന്നത്? എന്താണ് കൊടിയേറ്റം? എന്താണ് കൊടിയേറ്റം? ചുവന്ന കൊടിയാണോ വയ്ക്കുന്നത്? കാവി തന്നെയാണ് അതിനകത്ത് വയ്ക്കുന്നത്. കാവിക്കൊടി തന്നെയാണ് ക്ഷേത്രങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് കാവി. ആ കാവിക്കൊടി തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ആചാരം, അല്ല കാവിക്കൊടി രാഷ്ട്രീയ ചിഹ്നമല്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച്. ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിലെ ഉത്സവമാണ്, ആ ദേവിക്കാണ് പൊങ്കാല സമർപ്പിക്കുന്നത്, അല്ലാതെ അവിടെ ഒരു സാംസ്കാരിക ഉത്സവമല്ല. രണ്ടാമത് ഇപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്താ കണ്ടത്? ഈ പിണറായിയുടെ പോലീസുകാർ ആ ക്ഷേത്രത്തിനകത്ത് ബൂട്ട് വിട്ടുകൊണ്ട് കയറി. അത് വിവാദമായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്ര വിശ്വാസിയായ ഒരാൾ, ഒരു ഭക്തനായ ഒരാൾ, അയാൾക്ക് ധൈര്യം ഉണ്ടാവുമോ ഒരു ബൂട്ടിട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറാൻ? പോലീസ് ബൂട്ടിട്ടുകൊണ്ട് കയറില്ല. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസികളല്ലാത്ത ആൾക്കാരെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, വിശ്വാസികളല്ലാത്ത ആൾക്കാരെ മനഃപൂർവ്വം ക്ഷേത്രങ്ങളിലേക്ക് കുത്തിക്കയറ്റി ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിപ്പിക്കാനുള്ള ഗൂഢമായ ആലോചനയാണ്. ശ്രീ സതീശിന് എന്ത് പറഞ്ഞാലും വാസവൻ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അക്ഷന്തികമായ തെറ്റാണ് വാസവൻ പറഞ്ഞത്. ആ വാസവൻ അതിന് മറുപടി പറയണം, മാപ്പ് പറയണം. മാപ്പ് പറയിക്കും ഇവിടുത്തെ ഹിന്ദുക്കൾ. ആ സ്വാഭിമാന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർ മാപ്പ് പറയിപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ വാസവനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. അദ്ദേഹം ഒരിക്കലും ദേവസ്വം മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനല്ല. ആ യോഗ്യതയാണ് അദ്ദേഹം കഴിഞ്ഞ ശബരിമലയിൽ മകരവിളക്ക് സമയത്ത് കാണിച്ചത്. അതുപോലെ തന്നെയാണ് ഇതിന് മുമ്പിരുന്നത് രാധാകൃഷ്ണൻ മന്ത്രി. അദ്ദേഹം സാനിറ്റൈസർ പോലെ കൈ കഴുകിയ ആളാണ് തീർത്ഥം വാങ്ങിച്ച്.
അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ ഇനിയെങ്കിലും നമ്മൾ ഹിന്ദുക്കളൊന്ന് ഉണരണം. ഇങ്ങനെയുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ 10 പേര് ഒന്ന് പിടിച്ചു മാറ്റണം. ബാക്കി വരുന്ന നമുക്ക് അവിടെ വെച്ച് കാണാം. ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കോപ്രായം കാണിക്കുമ്പോൾ പിടിച്ചു മാറ്റാനുള്ള ആർജവം ഇനിയുള്ള ഹിന്ദുക്കൾ കാണിക്കണം, അവിടെ നിൽക്കുന്ന ആൾക്കാർ കാണിക്കണം. അങ്ങനെ 10 പേര് ചേർന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ കോപ്രായം കാണിക്കാൻ വേണ്ടി ക്ഷേത്ര നടയിൽ നിൽക്കില്ല. അയാൾ ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ, ശബരിമല വന്നോട്ടെ, അവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നോട്ടെ, എന്തിനാ ശ്രീകോവിലിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് ഈ കോപ്രായം കാണിക്കുന്നത്? അപ്പൊ ഇതുപോലുള്ള ഇപ്പൊ തന്നെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തി. രാഷ്ട്രീയ ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ 100% യോജിക്കുന്നു, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷേ അതിന്റെ കൂടെ ഇടയ്ക്കൂടെ ഒരു സാധനം കയറ്റിയിട്ട് മതചിഹ്നങ്ങൾ കാണിച്ചിരിക്കും. ഇദ്ദേഹം ഇപ്പോൾ ശ്രീ സതീഷ് പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് പല ആൾക്കാർ, പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരുമെന്ന്. വരട്ടെ, സന്തോഷം, ഒരു വിരോധവും ഇല്ല. പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ക്ഷേത്ര ഉത്സവം തന്നെയാണ്, അല്ലാതെ സാംസ്കാരിക പരിപാടിയല്ല, CPM-ന്റെ പരിപാടിയല്ല, പാർട്ടി പരിപാടിയല്ല. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല, ദേവിക്ക് നടത്തുന്ന പൊങ്കാലയാണ്. അത് മറ്റ് പല മതസ്ഥരും വരുന്നുണ്ട്, വന്നോട്ടെ, ഒരു വിരോധവും ഇല്ല, സന്തോഷം. അതുപോലെ അദ്ദേഹം പറഞ്ഞു ശബരിമലയുടെ കാര്യം. ശബരിമല തത്വമസി ശരിയാണ്, എല്ലാ മതക്കാർക്കും അവിടെ വരാം, ഒരു വിരോധവും ഇല്ല. പക്ഷേ അവിടെ വരുന്ന ആൾക്കാർ വ്രതധാരികളായിരിക്കണം. മണ്ഡല വ്രതം അനുഷ്ഠിച്ചിട്ട് വേണം ശബരിമലയിൽ വരാൻ. അല്ലാതെ ശബരിമലയിൽ എങ്ങും കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല ശബരിമല. അതുപോലെ തന്നെ ഇപ്പൊ ശബരിമല നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു മറ്റ് മതക്കാർ ക്ഷേത്രങ്ങളിലെ കൗണ്ടറുകൾ അല്ലെങ്കിൽ അവിടുത്തെ വിൽപ്പനശാലകൾ നടത്തുന്നില്ല. ഞാൻ ക്ഷേത്രങ്ങളിൽ അവരൊന്നും നടത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. പല ക്ഷേത്രങ്ങളിലെയും വിൽപ്പനശാലകൾ അല്ലെങ്കിൽ അവിടുത്തെ കൗണ്ടറുകളെ ഫിനാൻസ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അടിവരയിട്ടാണ് പറഞ്ഞത്. ശബരിമലയിൽ അങ്ങനെയല്ല. ശബരിമലയിൽ വരുന്ന പല ആൾക്കാരും, ശബരിമലയിൽ വരേണ്ടത് വ്രതധാരികളാണ്, ഭക്തരാണ്. പല കടകളും അവിടുത്തെ ലേലം പിടിച്ചിരിക്കുന്ന പല കടകളും നോക്കൂ, പലതും ഹിന്ദു നാമധാരികളുടെ പേരിൽ ലേലം പിടിച്ചിട്ട് നടത്തുന്ന ആരാണെന്ന് നോക്കൂ, അന്വേഷിച്ച് നോക്കൂ, അപ്പോൾ അറിയാം കൃത്യമായിട്ട് ആരാണ് നടത്തുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പം നേരത്തെ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ, മറ്റ് പല മതങ്ങളുടെ കാര്യത്തിൽ, മറ്റ് പല മതങ്ങളുടെ ചടങ്ങുകളിൽ ഇതുപോലെ പറയാനുള്ള എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തിനെങ്കിലും ഉറപ്പുണ്ടോ ശ്രീവാസ്തവന്? അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മന്ത്രിമാർക്ക് ഉറപ്പുണ്ടോ? അപ്പൊ ഹിന്ദുവിന്റെ പുറത്ത് കയറി എന്ത് വിളയാട്ടവും നടത്താം, ആരും ഒന്നും മിണ്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. ദയവേത് ഇനി ആൾക്കാർ മനസ്സിലാക്കുക, സ്വാഭിമാനമായിട്ടുള്ള ഹിന്ദുക്കൾ ഉണരുക, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക. അല്ലാതെ വെറുതെ മിണ്ടാതിരുന്നിട്ട് ഇവർ കാണിക്കുന്ന എല്ലാ പോക്കൃത്തരങ്ങൾക്കും കൂട്ടുനിന്നിട്ട് കാര്യമില്ല. ഈ ശബരിമലയിൽ ഇങ്ങനെ വന്ന് കൈയെട്ടി നിന്നാൽ പിടിച്ചു മാറ്റണം, അതിനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതുപോലെ ക്ഷേത്രങ്ങളിൽ തൊഴാൻ വന്നു കഴിഞ്ഞാൽ തൊഴുത് ഭക്തിപുരസ്സരം പോകണം, അല്ല ക്ഷേത്രങ്ങളിൽ വന്ന് പ്രഹസനം കാണിക്കാൻ അനുവദിക്കരുത്. അതിനുള്ള നമുക്കൊരു ഒറ്റക്കെട്ടായിട്ട് ഹിന്ദുക്കൾ മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഈ കോപ്രായം അവസാനിക്കും. അതെ, അതുകൊണ്ടാണ് ക്ഷേത്രഭരണം വിശ്വാസികളെ തന്നെ ഏൽപ്പിച്ചുകൂടെ എന്നുള്ള പൊതുജനാഭിപ്രായം ഉയരുന്നത്. ശ്രീ സതീഷ് വസന്ത്, ചില ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കാളികളും കാണികളും ഒക്കെ പല മതസ്ഥരുണ്ടായിരിക്കാം. പക്ഷെ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ഉത്സവ അന്തരീക്ഷം മാറ്റണം, അല്ലെങ്കിൽ ആ ഉത്സവം നടത്തണം എന്നുള്ളത് ആരുടെ പിടിവാശിയാണ്? കാരണം ക്ഷേത്രാചാരങ്ങൾക്കനുസരിച്ച് ഉത്സവം നടത്തേണ്ടതാണെങ്കിൽ അത് അത്തരത്തിൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അവിടെ മതേതര മുഖമൊന്നും ചാർത്താൻ കഴിയുന്ന കാര്യമല്ലല്ലോ. രോഹിണി, അങ്ങനെ മിനിസ്റ്റർ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പം ബഹുമാനപ്പെട്ട പ്രിൻ്റ് വരുന്നാലും തമ്പി സാർ പറഞ്ഞ എന്താണ്, ഈ മതചിഹ്നങ്ങളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ പടം കാണിക്കേണ്ടതെന്നാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ ഉദ്ദേശിച്ചല്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കാവിക്കൊടി, ഇപ്പം ഞാൻ ഒരു കാര്യം പറ്റും, ഒരു അമ്പലത്തിൽ ഞാനും തമ്പി സാറുമായിട്ട് CNA ചേർത്ത് പോകണം. അപ്പോൾ ആ കോവിലിൽ പോകുന്നത് ഞാൻ ഇടതുപക്ഷത്തിൻ്റേതാണ്, തമ്പി സാറ് ചിലപ്പോൾ ഹിന്ദു മുന്നണിയിലോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പ്രിൻ്റ് പോകുന്നതായിരിക്കും. വേറെ കോൺഗ്രസ്സുകാരും വരും, വേറെ കേരള കോൺഗ്രസ്സുകാരും CPIക്കാർ വരും. അവിടെ ഞാൻ ഹിന്ദുവാണെന്നേ, അവിടെ എന്തിനാണ് ഇത് വരണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുക്കൾ പല പാർട്ടികളിലും കാണും. അവിടെ ഹിന്ദുക്കൾ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് അത് ഹിന്ദു മുന്നണി ആവണമെന്ന് എവിടെയാണ് നിർബന്ധിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തമ്പി സാർ പറയുന്നോട്ടു, ഞാൻ ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും വന്നിട്ടുള്ളൂ? ഇപ്പം BJP ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പം ഒരു ബോർഡ് രൂപീകരിച്ചല്ലോ, അവിടെ ഹിന്ദുക്കളെ കയറ്റാൻ വേണ്ടി അവർ നോക്കിയല്ലേ. അപ്പം ഞാനിത് പറഞ്ഞത്, ഹിന്ദുക്കളായ അമ്പലങ്ങളിൽ നമ്മൾ എന്തിനാണ് മലർന്നെന്ന് തുപ്പിടുന്നേ തമ്പി സാറേ? നമ്മൾ എന്തിനാണ് നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മൾ എല്ലാ മതക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്യൂ. അവിടെ വന്ന് ക്ഷേത്രങ്ങളിൽ വരുമ്പോഴത്തേക്ക് ക്ഷേത്രാചാരണം പല വിധത്തിലാവും. ചിലവർ കൈകെട്ടി ഇന്ന് കുമ്പിടുള്ളൂ. കുമ്പിടുമ്പോൾ മാത്രമേ ദൈവസന്നിധി പോകണമെന്ന് ആരാണ് പറഞ്ഞത്? കുമ്പിടുമ്പോൾ നമ്മൾ ദൈവത്തിനെ കുമ്പിടുന്നു. ആ കുമ്പിടുമ്പോൾ മാത്രമേ ദൈവത്തിന് മനസ്സിൽ നമ്മൾ വരണം.
ദൈവവിശ്വാസം മനസ്സിലാണ്. അത് ഒരു ആംഗ്യത്തിലല്ല, ഒരു ദൈവ ഞാനൊരു കാര്യം പറ്റും തമ്പി സാറേ, ഞാൻ പറഞ്ഞത് ആംഗ്യത്തിലൊന്നും അല്ല നിൽക്കുന്നത്. പിന്നെ ഒരു മാർക്സിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദുവിൽ ജനിച്ച ഒരു മന്ത്രിയല്ലേ അവിടെ ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിന് കൊടുത്തിട്ടുണ്ടോ? സാറ് പറയും രാധാകൃഷ്ണൻ ആരാണ്? അദ്ദേഹം ജനിച്ചത് ഒരു ഹിന്ദുവിലാണ്. ഏതാണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ തീർത്ഥം വാങ്ങിച്ച് കൈ കഴിയുന്നതിന് അദ്ദേഹം കൈ കഴിയുന്നു. അല്ല, രാധാകൃഷ്ണൻ തീർത്ഥം വാങ്ങിച്ച് കൈ കഴിയുന്നതിന് ന്യായീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ രാധാകൃഷ്ണൻ ചെയ്യൂ. അങ്ങനെ പിന്നെ ഒരു മന്ത്രി വന്നിട്ട് രോഗിന് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം പ്രിന്റ് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയത് CPM ആണ്. അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തവണയും വീണ്ടും പൂരം കലക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രിന്റ് പറയുന്നത്. പ്രിന്റ് ഞാനൊരു കാര്യം പറയുന്നത്, നമ്മൾ കേരളം എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതാണ്. വ്യത്യസ്തമായി ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ നമ്മളെല്ലാം വ്യത്യസ്തമായ ഇതിലാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം കേരളത്തിൽ വളരെ ഇതായിട്ട് ഇരിക്കുകയാണ്. വിവിധ ക്ഷേത്രങ്ങൾ ഇപ്പം നിങ്ങൾ പാളയത്ത് പോകുമ്പോഴത്തെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി, തൊട്ടടുത്ത് മുസ്ലിം പള്ളി, അടുത്തടുത്ത് ഗണപതി ക്ഷേത്രം. ഈ പാരമ്പര്യത്തിലാണ് നമ്മൾ വളരുന്നത്. എന്നെ പെണ്ടു നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ ഹിന്ദുവിന്റെ BJP മാത്രം എടുക്കില്ല. അദ്ദേഹം പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞ ബിംബത്തിനെ മാറ്റണമെന്നൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞത് ഒരു മതത്തിന് ഒരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ അങ്ങനെയാണ് പറയുന്നത്. നല്ല രീതിയിൽ എടുക്കൂ, പോസിറ്റീവ് രീതിയിൽ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടാണല്ലോ മന്ത്രി VN വാസവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതെ, അത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോട്ടെ. ജനം TV ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. കേരളത്തിനകത്ത് പാകിസ്ഥാൻ പേരുകളുള്ള പല പ്രദേശങ്ങളുമുണ്ട്. അത് മാറ്റണം, ആ പ്രദേശത്തിന്റെ പേരുകൾ മാറ്റണം. ജിന്ന മുക്ക്, പാകിസ്ഥാൻ മുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലപ്പേരുകൾ. അതുമായി ബന്ധപ്പെട്ട് ജനം TVയുടെ റിപ്പോർട്ടർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷോഭിക്കുകയും ചാടിക്കടിച്ചുകൊണ്ടുള്ള മറുപടി പറയുകയും ചെയ്തതിൽ ഉള്ള ആ വാചകം എന്ന് പറയുന്നത്, ഒരു ശത്രുരാജ്യം പാകിസ്ഥാൻ എന്നുള്ളതിൻ്റെ അടയാളം എങ്ങനെയാകും ആ പേര് കേരളത്തിൽ വരുമ്പോൾ എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ അടയാളം എങ്ങനെയാണ് ആകുന്നത് കേരളത്തിനുള്ളിൽ എന്നുള്ളത്. ആ വാക്കുകൾ തന്നെ കടമെടുക്കാം. മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് മതചിഹ്നങ്ങൾ അടയാളമാകുന്നത്? ആ അസഹിഷ്ണുത ഈ കാര്യത്തിൽ കൂടി, ഹിന്ദുവിൻ്റെ കാര്യത്തിൽ കൂടി എന്തുകൊണ്ട് CPM വച്ചു പുലർത്തുന്നില്ല എന്നുള്ളതാണ്. രണ്ട്, നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വെള്ളിയാഴ്ച ദിവസം ഒരു മതവിഭാഗത്തിന് പ്രാർത്ഥനാ ദിനമാണ്, അന്ന് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്തു നിന്ന് നിവേദനം പോയില്ലേ? അതിന് CPM-ഉം കോൺഗ്രസും ഒക്കെ പിൻബലമേകിയില്ലേ? അപ്പോൾ അവിടെയൊന്നും ഈ മതേതരത്വം വേണ്ടേ? ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രം മതിയോ ശ്രീ സതീഷ് വസന്ത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഇപ്പം പറയുന്നത്. അല്ല, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ അവർ പള്ളിയിൽ പോകുന്ന ദിവസമാണ്. അത് എല്ലാവർക്കും ലോകത്തെമ്പാടും അറിയാം. അപ്പോൾ അന്നുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ വെച്ചാൽ അവർ വന്ന് വോട്ട് ചെയ്യും. അവർക്കും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ അവരെ പങ്കാളിയാക്കണ്ടേ? ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ പോണേ. നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെ ചൊവ്വയും വെള്ളിയും ഞായറും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോയത്. ഒരു നിമിഷം. അതെ, അതുകൊണ്ട് തന്നെയാണ് അത് ശ്രീ പ്രിന്റുവിലേക്കും വിജി തമ്പിയിലേക്കും എത്തേണ്ടതുണ്ട്. ശ്രീ പ്രിന്റു, മറുപടി. അല്ല, അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തതയില്ല. ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ അദ്ദേഹം കാവിക്കൊടി വെക്കാൻ പാടില്ല എന്നുള്ളത്
ഞാൻ കാവിക്കൊടി എന്ന് പറഞ്ഞ ഹിന്ദു സനാതന ധർമ്മത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചിഹ്നമാണ്. അത് രാമന്റെയും കൃഷ്ണന്റെയും ചിഹ്നമാണ്. ആ ചിഹ്നം അമ്പലത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അധികാരമാണുള്ളത്? ക്ഷേത്രങ്ങളിൽ വെക്കേണ്ട കൊടി എന്ന് പറയുന്നത് കാവിക്കൊടി തന്നെയാണ്. ക്ഷേത്രങ്ങളില് വഴിപാടെല്ലാം നടത്തുന്നത് അല്ല, അവിടെ മാത്രമാണ്. അവിടെയാണ് പറയുന്നത് മത കൃത്യമായിട്ട് വാസവൻ പറഞ്ഞത് മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളതാണ്. മതചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? മതത്തിന്റെ പേരുള്ള ഭഗവതിയുടെ കോലങ്ങൾ, അതുപോലെ തന്നെ ഭഗവതിയുടെ രൂപങ്ങൾ, കൃഷ്ണന്റെയും ഹനുമാന്റെയും അടക്കമുള്ള ഇതാണ് എല്ലാ കാലഘട്ടത്തിലും. 1777 ഹിന്ദു പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക മതേതര ഉത്സവമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിംബങ്ങൾ എന്ന് പറയുന്നത് ഇത് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിന്റെ ബിംബങ്ങൾ നിങ്ങൾ ഒരു അമ്പലത്തിൽ, നിങ്ങളൊരു പൂരത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ പരസ്യമായി പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ഹിന്ദു പിന്നെ എവിടെയാണ് വെക്കുക? ഹിന്ദുവിന്റെ ചിഹ്നങ്ങളെയും ബിംബങ്ങളെയും പിന്നെ ഉത്സവത്തിനും ആഘോഷത്തിനും അല്ലാതെ എവിടെയാണ് വെക്കുക? കേരളത്തിൽ ഒരു CPM പൊതുസമ്മേളനത്തിന് വെക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു തരത്തിൽ അപമാനിച്ചില്ല എന്ന്. നോക്കൂ, പ്രസാദ് പറയുന്ന പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് ഈ പിണറായി വിജയൻ ഈ നടക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹിന്ദുവിന്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവായൊരു ചോദ്യ. എന്താ ഇവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നോക്കാം, അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാം. അതേ ചോദിച്ചത്, ഇവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന്. ഗുരുവായൂർ അമ്പലം തറയിൽ വെച്ച് ഹിന്ദു ജനതയ്ക്ക് നേരെ ഓച്ചാനിച്ച് കൊലയ്ക്കുകയായിരുന്നു പിണറായി വിജയൻ. നോക്കണം, അങ്ങനെയുള്ള പിണറായി വിജയനാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെ സംരക്ഷകനായിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ മതേതര പാരമ്പര്യങ്ങളൊക്കെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കി, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തൊരു പള്ളി ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഹിന്ദുവിന്റെ മതേതര പാരമ്പര്യമാണ്, അല്ലാതെ മറ്റൊരു മതേതര പാരമ്പര്യം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ നോക്കി, ഇവിടെ പുത്തൻ പള്ളിയിൽ ക്രിസ്ത്യാനികളുടെ നേർച്ച നടക്കുന്നുണ്ട്, മലപ്പുറത്ത് ആണ്ട് നേർച്ച നടക്കുന്നുണ്ട്, അനവധി ക്രിസ്ത്യൻ മുസ്ലിം ആരാധനകൾ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ വന്നുകൊണ്ട് അവന്റെ ആചാരങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഇങ്ങനെ ആത്മീയമായിട്ട് നിരവധി വർഷങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്? കാരണമുണ്ട്. കാരണം എന്താണ്? ഈ അമ്പലങ്ങളെയും ക്ഷേത്രങ്ങളെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് നിങ്ങൾ. അന്ത്യത്തിന് കത്തിക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ട് ഹിന്ദു ജനത, ഹിന്ദു സമൂഹം ഇന്ന് ഉണർന്നു കഴിഞ്ഞു. ഹിന്ദുവിന്റെ അമ്പലങ്ങളിലേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ഒഴുക്കുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് സനാതന ധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടുള്ള നിങ്ങളുടെ പ്രശ്നമാണ് ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങളെയും സനാതന ധർമ്മത്തെയും ഹൈന്ദവ സംസ്കാരങ്ങളെയും തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്. ശരി, സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ വിജി തമ്പിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിജി തമ്പി, അവസാനമായി അല്ല, ഞാൻ ഇപ്പം ശ്രീ പിന്റു പറഞ്ഞൊരു കാര്യത്തെ പറ്റി ഞാൻ പറയട്ടെ. ഇപ്പോൾ നേരത്തെ ശ്രീ സതീഷ് പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റുകാരായാലും CPI-ക്കാരായാലും ആരായാലും അവരെല്ലാം ഹിന്ദുക്കളാണ്. അങ്ങനെ ഒരു ഹിന്ദുവായ ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലെ ഇത്രയും ഒരു പുണ്യപുരാതനമായ ക്ഷേത്രത്തിന് മുമ്പ് എന്ന് പറഞ്ഞത്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കണമെന്ന്? എൻ്റെ കൃഷ്ണനല്ല, എൻ്റെ കൃഷ്ണനല്ല പറഞ്ഞത്, ഞങ്ങളുടെ കൃഷ്ണനല്ല പറഞ്ഞത്, നിങ്ങളുടെ കൃഷ്ണൻ. അപ്പം ഈ പറഞ്ഞ പിണറായി വിജയനെ വെളുപ്പിക്കാനാണ് ശ്രീ സതീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ വാസവനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരാരും ഇവരിപ്പോൾ ചിലപ്പോൾ സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പം ഈശ്വര വിശ്വാസിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈശ്വര വിശ്വാസികളാണ്, അവരെല്ലാം ക്ഷേത്രങ്ങളെ നന്നാക്കാൻ വന്നവരാണ്, ഈശ്വരന്മാരെ ചൈതന്യം കൂട്ടാൻ വന്നവരാണെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലുള്ളവരെല്ലാം ഈ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയ്ക്ക് ഉറപ്പുള്ളതാണെങ്കിൽ, എന്തിനെങ്കിലും ഉറപ്പുള്ളതാണ് പിണറായി വിജയനും ആൾക്കാരും എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം പോലുള്ള സ്ഥലത്ത് ക്ഷേത്രങ്ങളുടെ എത്രയോ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലേക്കും പോകാൻ വഴികൾ പോലുമില്ല, ക്ഷേത്രഭൂമികളാണ്. ആ ക്ഷേത്രഭൂമികൾ തിരിച്ചു പിടിച്ച് ആ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്ത് ആ ക്ഷേത്രങ്ങൾ ഭക്തർക്കായി തുറന്നു കൊടുക്കൂ, അതിനുള്ള തൻ്റെ ഇടം കാണിക്കൂ. അപ്പം ഞങ്ങൾ അംഗീകരിക്കാം ഇവർ ഈശ്വര വിശ്വാസികളാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇവർ ക്ഷേത്രത്തെ രക്ഷിക്കാൻ വന്നവരാണെന്ന് പറയാം. അല്ലാതെ ഇത്തരം ഉടായ്പകളുമായിട്ട് ഇറങ്ങരുത്.
ഇത് ആരെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇനിയിപ്പം ശ്രീ സതീഷ് എന്തൊക്കെ സോപ്പിട്ട് വെളുപ്പിച്ചാലും വാസവന്റെ പ്രസ്താവന വെളുക്കാൻ പോകുന്നില്ല. അത് കറുത്ത് തന്നെ ഇരിക്കും, അത് കറുപ്പിക്കുകയും ചെയ്യും. ഹിന്ദുക്കൾ അത് അംഗീകരിക്കാനും പോകുന്നില്ല. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. തൃശ്ശൂർ പൂരം അതിൻ്റെ ആചാര പെരുമയോടുകൂടി തന്നെ നടത്തും. അതിൽ ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും സാധ്യമല്ല. ഹിന്ദുക്കൾ ഏതൊക്കെ രീതിയിലാണോ തൃശ്ശൂർ പൂരം നടത്തിയത് അതേ അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും കൂടി തന്നെ ഇനി തുടർന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ജനം സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.